ഒറ്റശേഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കല്ലുമോളാണെങ്കിൽ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വരുന്നുണ്ട്. ഈ സമയം അവൾ ആദ്യം അന്വേഷിക്കുന്നത് മുകുന്ദനെയാണ്. മുകുന്ദനെ കാണുന്നില്ല. അങ്ങനെ ജയഗീതയെ എടുത്ത് കല്ലുമോള് ചോദിക്കുന്നുണ്ട് അച്ഛൻ എവിടെയെന്ന്. ജയഗീതയാണെങ്കിൽ കല്ലുമോളെ ഒന്ന് പറ്റിക്കാമെന്ന് കരുതിയിട്ട് പറയുകയാണ്, അച്ഛൻ രാവിലെ എഴുന്നേറ്റിട്ട് പോയല്ലോ, മോളോട് പറയാനായിട്ട് പറഞ്ഞു. ഇല്ല, അച്ഛൻ അങ്ങനെ പോവില്ല, എന്നെ വിട്ടിട്ട് പോവില്ല, എന്നോട് പറയാതെ എന്നൊക്കെ പറഞ്ഞ് കല്ലുമോളാണെങ്കിൽ കരയാൻ തുടങ്ങുകയാണ്. ആ ഒരു ശബ്ദം കേട്ടുകൊണ്ട് അവിടേക്ക് മുകുന്ദൻ വരുന്നുണ്ട്. എന്താ മോളെ, എന്ത് പറ്റി? അച്ഛ പോയെന്ന് പറഞ്ഞ് ഈ മമ്മി നോണ പറഞ്ഞെന്ന് ഇങ്ങനെ പറഞ്ഞ് കരയാണ്. ഇത് കേട്ടിട്ട് ജയഗീതയാണെങ്കിൽ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് സാറേ. അങ്ങനെ കല്ലുമോളെ ആശ്വസിപ്പിക്കുകയാണ് മുകുന്ദൻ. അങ്ങനെ അച്ഛന്റെ പുന്നെ വിട്ടിട്ട് അച്ഛൻ പോകുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ലക്ഷ്മി ചിറ്റിയുടെ വീട്ടിലാകട്ടെ അമ്പിളിയും ശ്രീയും അവരുടേതായിട്ടുള്ള ലോകത്തിൽ മാത്രമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ടെന്നുള്ള കാര്യം അവർ പറ്റെ മറന്നു പോകുന്നു. അതിനെ ചൊല്ലി തർക്കം ഉണ്ടാകുന്ന സമയത്ത് മീനാക്ഷിയാണെങ്കിൽ അതിൽ കയറി ഇടപെടുകയാണ്. നിങ്ങൾക്ക് ശരിക്കും ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അർഹതയില്ല. കാരണം നിങ്ങളെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന 2 കുട്ടികളാണുള്ളത്. അവരെക്കുറിച്ച് എന്തെങ്കിലും ചിന്ത നിങ്ങൾക്കുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവളാണെങ്കിൽ ഓവറായിട്ട് റിയാക്ട് ചെയ്യാണ്. സത്യത്തിൽ മീനാക്ഷിയാണെങ്കിൽ സ്വയം മറന്നു പോവുകയാണ് ആ ഒരു തർക്കത്തിൽ. അങ്ങനെ പെട്ടെന്നാണ് മീനാക്ഷി സ്വയംബോധത്തിലേക്ക് വരുന്നത്. എന്നിട്ട് അമ്പിളിയോട് മാപ്പ് ചോദിക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോൾ എന്തോ ഞാൻ ഇങ്ങനെ ഓവറായിട്ട് റിയാക്ട് ചെയ്യാറുണ്ട്, മറ്റൊന്നും കൊണ്ടല്ല, എന്റെ മോളെ കുറിച്ച് ഞാൻ ഓർത്തു പോവാറുണ്ട്, അതുകൊണ്ടാണെന്ന് പറഞ്ഞ് സോറി ചോദിക്കുന്നു. എന്തായാലും മീനാക്ഷിയുടെ അവസ്ഥ മനസ്സിലാക്കുന്ന വിധം അമ്പിളിയാണെങ്കിൽ ഒന്നും പറയുന്നില്ല. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.